ആദ്യമായിട്ട് ഞാൻ H2 ബൈക്സിൽ വന്ന സമയത്ത് എൻ്റെ കണ്ണുടക്കിയ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. കുറേ നാളായി ഞാൻ വിചാരിക്കണത് അത് നിങ്ങളെ കാണിച്ചു തന്നെ വന്നു. പക്ഷെ എനിക്ക് ഇതുവരെ സമയം കിട്ടിയില്ല. പക്ഷെ ഇന്ന് അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. ആ വണ്ടി ഏതാണെന്ന് എനിക്ക് പറയാമോ? അതിപ്പോ ട്രവൽ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ആ വണ്ടി. ഞാൻ വരുമ്പോഴേക്കും എപ്പോ വന്നാലും ഈ വണ്ടിയിലേക്ക് എൻ്റെ കണ്ണുടക്കും. കാരണം എന്താ വെച്ചാൽ ഇത്ര വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടും ഈ ഒരു കണ്ടീഷനിലിരിക്കുന്ന RX ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നിസാബുക്ക പറയും. നിസാബുക്ക പേഴ്സണലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ് RX 100. അതുപോലെ തന്നെ 135 ഉണ്ട്. പക്ഷെ അത് നമ്മളിപ്പോൾ സെയിലിന് വെച്ചിരിക്കുകയാണ്. പക്ഷെ 100 നിസാബുക്ക ആയി കൊടുക്കും. കാരണം അതൊരു സിഗ്നേച്ചർ വണ്ടിയാണ്. ഒരേ ഒരു രാജാവ്. ഒന്ന് പറഞ്ഞു കൊടുത്തതിനെ പറ്റി. എനിക്ക് ആക്ച്വലി ഇതിനെപ്പറ്റി അറിയില്ല, ഈ RX 100നെ പറ്റി. പക്ഷെ താങ്കളൊന്ന് പറയും. നമുക്ക് KCF 4949 അതിൽ തന്നെ ഞാൻ വീണുപോയി. നിങ്ങൾ നോക്കിയ നമ്പറൊക്കെ അടുത്ത് കിട്ടില്ലല്ലേ. KGF എന്നായിരുന്നു ഒന്നുകൂടെ പൊളിച്ചാലല്ല. ഈ KCF എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എടാ KCF എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറിജിനൽ എറണാകുളം രജിസ്റ്റേർഡ് വണ്ടിയാണ്. പിന്നെ ഈ 4949 ആണ് എന്നെ അട്രാക്ട് ചെയ്തത്. അത് എന്നെ അട്രാക്ട് ചെയ്തിട്ടാ ഞാൻ ആലോചിക്കണോട്ടാ. 36 വർഷം പഴക്കമുണ്ട് ഈ വണ്ടിക്ക്. പക്ഷെ എന്നേക്കാൾ പഴക്കമുള്ള വണ്ടിയാണ്. അല്ല, എന്നേക്കാൾ ഏജുള്ള വണ്ടിയാണിത്. ആണോ? പക്ഷെ വണ്ടി ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കും ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ, ഈ വണ്ടി എന്താ വില എന്നൊക്കെ ചോദിച്ചു വരും. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? വേറൊന്നും പറയാനില്ല, വണ്ടി കൊടുക്കില്ല. വേറെ ഏത് വണ്ടി വേണി നിങ്ങൾ ചോദിച്ചോ, ഞാൻ തരാം. പക്ഷെ ഈ വണ്ടി മാത്രം നിങ്ങൾ വില പറയരുത്, ഞാൻ കൊടുക്കില്ല. കാരണം എന്താണ്? എടാ ഈ ഒരു വണ്ടിന് കൊടുത്ത് എനിക്ക് കിട്ടില്ല. അതിന് ഈ നമ്പറൊക്കെ കണ്ടില്ലേ? ഞാൻ കൂടുതലും RX കണ്ടിട്ടുള്ള എല്ലാം തുരുമ്പെടുത്ത് നശിഞ്ഞ് പടപട സൗണ്ടൊക്കെ അലമ്പായ വണ്ടികളാണ് കൂടുതലും നമ്മുടെ ഇവിടെ ഉള്ളത് അല്ലേ? ഫോൺ എടുത്തു കട്ട് ചെയ്തു. അപ്പൊ ബാക്കി എന്താ പറയാനുള്ളത്? ഈ വണ്ടിയുടെ ഫുള്ള് പാർട്സുകളൊക്കെ. ഞാൻ ഈ വണ്ടി എന്തുകൊണ്ട് പുറത്തിറക്കാത്തത്? ഈ വണ്ടി ഞാൻ പുറത്തിറക്കാത്തത് പുറത്തിറക്കിന് നശിക്കണമെന്ന് വെച്ചിട്ടാണ്. എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്തത്. ജസ്റ്റ് കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അതെന്തായാലും കളിക്കുന്നുണ്ട്. അപ്പൊ ഈ വണ്ടി എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ? H2 ബൈക്സ് കലൂർ. അപ്പൊ H2 ബൈക്സ് കലൂരിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി കാണാം. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ വന്നേ. നല്ല ഇത്രയും ക്ലീൻ RX വേറെ പിൻ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണെന്നാണ് സൗഖ്യം പറയുന്നത്. അപ്പൊ ഈ വണ്ടി നിങ്ങൾ കാണണമെങ്കിൽ H2 ബൈക്സിൽ വന്ന് കാർബറേറ്റർ കണ്ട, ജാപ്പനീസ് മെയ്ഡാണ്. പെട്രോൾ ഉണ്ട്, സ്റ്റാർട്ട് ആക്കാൻ. മീറ്റർ നോക്ക്, രാജ്യതോത് ഇൻഡിക്കേറ്റർ നോക്ക്, 4 ഇൻഡിക്കേറ്റർ നോക്ക്, എല്ലാം വരുത്തിച്ചാണ്. അല്ല, മെയ്ഡ് ഇൻ ഇന്ത്യ നോക്ക്. ഈ വണ്ടി സ്ക്രാപ്പ് കണ്ടീഷനിൽ കിട്ടിയ വണ്ടിയാണ്. രാജ്ദൂത് ഇവിടെ അടുത്താ. രാജ്ദൂത് ചെയ്യാനുണ്ട് ഇവിടെ. രാജ്ദൂത് ഇൻഡിക്കേറ്റർ. ഈ വണ്ടിയില്ലേ സ്ക്രാപ്പ് കണ്ടീഷനിലാണ് എനിക്ക് കിട്ടുന്നത്. അതായത് ഒരു 60% മണ്ണിൽ താഴ്ന്നിരിക്കുമായിരുന്നു, ഇരുന്നിരുന്ന്. അത്ര റെസ്റ്റ് ആയിരുന്നു ഈ വണ്ടിയിൽ. ഈ വണ്ടി ഞാൻ ഈ ഒരു കണ്ടീഷനിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം എഫോർട്ട് എടുത്തിട്ടുണ്ടാവും എന്നുള്ളത്. എത്ര രൂപ വരും ഇതുപോലെ വണ്ടി റീസ്റ്റോർ ചെയ്ത് ഇതാക്കണമെങ്കിൽ? ഒരു 1.5 ലക്ഷം രൂപ വരും. സംശയമുള്ളവർ ഇതുപോലെ ഒന്ന് റീസ്റ്റോർ ചെയ്തേക്ക്. നമുക്ക് നോർമലി കുറഞ്ഞ റേറ്റിലും പെയിന്റ് അടിക്കാം, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടും പെയിന്റ് അടിക്കാം. നമ്മൾ കോസ്റ്റ്ലി ആയിട്ട് ചെയ്യുമ്പോഴേക്കും അതനുസരിച്ചുള്ള നല്ലൊരു ക്ലീൻനെസ് ഇതിന് ഫീൽ ചെയ്യും. സത്യമല്ലേ? വണ്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു പുതിയ വണ്ടിയുടെ ഫീൽ എന്താണോ ആ സെയിം ഫീൽ ഈ വണ്ടി. ക്വാളിറ്റി നോക്ക് ബ്രോ. അതെന്തായാലും ഞാൻ സമ്മതിച്ചേട്ടാ. ഇതുപോലത്തെ ഒരു വണ്ടിയൊക്കെ ഇനി ശരിക്കും ഒരു കളക്റ്റബിൾ ആയി കഴിഞ്ഞു ഇപ്പൊ തന്നെ അല്ലേ? 88 എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്ര? 24 ആയില്ലേ? 24 ആയില്ലേ? കളക്റ്റബിൾ അല്ലേ വണ്ടി? പിന്നെ പറയാറുണ്ട് 36 വർഷം. പക്ഷെ വണ്ടി 1400 കിലോമീറ്റർ ഓട്ടുള്ളത് അല്ലേ? ഞാൻ ഓടിക്കാറില്ല. അപ്പൊ എന്തായാലും ഒന്ന് അവസാനിപ്പിക്കുക. പിന്നെ ഈ ഒരു വണ്ടി ഞാൻ കൊടുക്കൂല എന്ന് ഓർത്ത് ആരും വിഷമിക്കണ്ട. വേറൊരു വണ്ടി ഞാൻ തരാം. കമാ 96 മോഡലാണ്, ഒറിജിനൽ കേരള KL7 വണ്ടി. ഇതും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഈ എല്ലാ വണ്ടിയും നിസാബുക്കട ഗ്യാരണ്ടി ഉള്ള വണ്ടികളാണ്. കാരണം മുതലാളി അല്ല, താങ്കൾ ഉപയോഗിച്ച വണ്ടികളാണല്ല. 96 മോഡലാണ്. 26 വരെ ഇതിന് പേപ്പേഴ്സ് വാലിഡ് ആണ്. എന്താണ് ഈ വണ്ടിയൊക്കെ തേർഡ് ഓണറാ? 10-35 ഓണർമാരോ? പിന്നല്ലേ RX ഒക്കെ അത്രയും പഴയ വണ്ടിയല്ലേ? അപ്പൊ RX നോക്കുന്നവര് കോണ്ടാക്ട് ചെയ്തോ, വണ്ടി കൊണ്ടുപോയിക്കോ. സിംഗിൾ ഓണർ RX എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കമന്റ് ചെയ്യാം, നമുക്ക് നോക്കാം. നിങ്ങളുടെ ഏതെങ്കിലും RX കൊടുക്കാനുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോ, ഞാൻ എടുത്തോളാം.
RX 5 സ്പീഡോ ഇസഡോ എന്ത് വണ്ടി വേണമെങ്കിലും ഇനിയിപ്പോൾ ആടി ഉണ്ടെങ്കിലും നമ്മൾ എടുക്കും. പിന്നെ അതുകൂടാണ്ട് വേറെ എന്തെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ എടുത്തോളാം. അതെ അല്ലേ, ഏത് വണ്ടി ഉണ്ടെങ്കിലും ഞങ്ങൾ എടുത്തോളാം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടിപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ഇനി പുതിയൊരു വീഡിയോ ഇട്ടിരുന്നവരേക്കും ബൈ.